നമസ്കാരം, ഋഷിപ്രപ്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നവരത്നങ്ങൾ വളരെ അമൂല്യമായിട്ടുള്ള ഫലദാനം ചെയ്യുന്ന രത്നങ്ങളാണ്. നവരത്നങ്ങളെക്കുറിച്ചും അതിന്റെ ഉപരത്നങ്ങളെക്കുറിച്ചും ഒക്കെ നിരവധി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓരോ രത്നത്തിന്റെയും പ്രാധാന്യം, അതിന്റെ അറിയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോകൾ ചെയ്യണമെന്ന ഉദ്ദേശമുണ്ട്. ഏതാനും രത്നങ്ങളുടെ അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നവരത്ന ധാരണം അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ ഉണ്ട്. അതേപോലെ തന്നെ 2 പ്ലേലിസ്റ്റുകളിലായിട്ട് നിരവധി വീഡിയോകളും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഇന്ന് നവരത്നത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രത്നമായിട്ടുള്ള മഞ്ഞ പുഷ്യരാഗത്തെ കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. മഞ്ഞ പുഷ്യരാഗം അഥവാ യെല്ലോ സഫയർ. നമുക്ക് യെല്ലോ സഫയർ അഥവാ മഞ്ഞ പുഷ്യരാഗത്തിന്റെ സമ്പൂർണമായിട്ടുള്ള അറിവിലേക്ക് കടക്കാം. ഇത് വ്യാഴത്തിന്റെ രത്നമാണ് എന്ന് പറഞ്ഞു. ഭാരതത്തിൽ ഇത് മഹാനദി, ബ്രഹ്മപുത്ര, ഹിമാലയം, വിന്ധ്യാപർവ്വതം, ബംഗാൾ, ഒറീസ എന്നീ സ്ഥലങ്ങളിലൊക്കെ ഈ രത്നം അഥവാ മഞ്ഞ പുഷ്യരാഗം ലഭിക്കാറുണ്ട്. ബർമ, ശ്രീലങ്ക, മെക്സിക്കോ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ മഞ്ഞ പുഷ്യരാഗമുണ്ട്. നല്ലതും ഏറ്റവും തിളക്കമേറിയതുമായിട്ടുള്ള പുഷ്യരാഗം ലഭിക്കുന്നത് ശ്രീലങ്കയിലാണ്. ജാതകത്തിൽ വ്യാഴത്തിന് ദുർബലത്വം ഉള്ളപ്പോൾ മഞ്ഞ പുഷ്യരാഗം ധരിക്കാവുന്നതാണ്. എന്നാൽ 9-5 ലഗ്നാധിപത്യം എന്നീ ഭാവാധിപത്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പുഷ്യരാഗം ധരിക്കാവുള്ളൂ. അല്ലാത്ത പക്ഷം ധരിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇത് വ്യാഴത്തിന്റെ ഫലദാന ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. വിദഗ്ധനായിട്ടുള്ള ഒരു ജ്യോതിഷിയെ സമീപിച്ച് അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം മാത്രമായിരിക്കണം ഈ രത്നം ധരിക്കുന്നത്. പല ജ്യോതിഷികളും ഇപ്പോൾ നക്ഷത്രാധിപത്യം കൊണ്ട് മാത്രം രത്നം നിർദ്ദേശിക്കുന്നുണ്ട്. അത് തെറ്റായ മാർഗമാണ്. നക്ഷത്രാധിപനാണ് വ്യാഴമെങ്കിൽ കൂടി ലഗ്നാധിപത്യം 9-5 എന്നീ ഭാവാധിപത്യം ഉണ്ടെങ്കിൽ മാത്രമേ പുഷ്യരാഗം ധരിക്കാവുള്ളൂ. അത് ഗ്രഹനില മാത്രം വെച്ചിട്ടായിരിക്കത്തില്ല, ഭാവം കൂടി ചിന്തിച്ചിട്ടായിരിക്കണം. അല്ലാത്ത പക്ഷം അത് വിപരീത ഫലങ്ങളെ തരും. നമുക്കിനി പുഷ്യരാഗത്തിന്റെ കൂടുതൽ അറിവിലേക്ക് കിടക്കാം. മഞ്ഞ പുഷ്യരാഗത്തിന് വ്യാഴത്തിന്റെ ദോഷങ്ങളെ പരിഹരിക്കാനായിട്ട് സാധിക്കും. ബലക്കുറവിനെ പരിഹരിച്ച് നമ്മളുടെ ജീവിതത്തിൽ വ്യാഴം തരേണ്ടതായിട്ടുള്ള നല്ല ഫലങ്ങളെ ലഭിക്കുന്നതിന് സഹായകരമാക്കും. അതായത് ഗുരുവിന്റെ ശുദ്ധമായിട്ടുള്ള കാരക ഗുണങ്ങളെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് അത് ഫലപ്രദമാക്കും. നവഗ്രഹങ്ങളിൽ ഏറ്റവും സാത്വികവും ശ്രേഷ്ഠവുമായിട്ടുള്ള ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും ഭാരമുള്ളത് കൊണ്ടാണ് ഗുരു എന്നുള്ള പേര് തന്നെ കിട്ടിയത്. ഗുരുവിന്റെ രത്നമായതുകൊണ്ട് തന്നെ പുഷ്യരാഗത്തിനും ശ്രേഷ്ഠത കൈവന്നു. മഞ്ഞ പുഷ്യരാഗം കൊറണ്ടം വിഭാഗത്തിലുള്ള രത്നമാണ്. പുഷ്യരാഗമാകട്ടെ പല നിറത്തിലുണ്ട്. വ്യാഴത്തിന്റെ രത്നം മഞ്ഞ പുഷ്യരാഗമാണ്. കൊറണ്ടം നിറത്തിലുള്ള കല്ലുകൾ നിരവധിയായിട്ടുണ്ട്. മാണിക്യം, ഇന്ദ്രനീലം, വെള്ള പുഷ്യരാഗം ഇതെല്ലാം കൊറണ്ടം വിഭാഗത്തിൽപ്പെടുന്ന കല്ലുകൾ തന്നെയാണ്. സഫയർ വിഭാഗത്തിൽപ്പെടുന്ന കല്ലുകളാണ്. വ്യാഴത്തിന്റെ രത്നമായിട്ട് ഉപയോഗിക്കുന്ന പുഷ്യരാഗമാകട്ടെ മഞ്ഞ നിറത്തിലും, അതായത് സ്വർണ്ണ നിറമുള്ള മഞ്ഞ നിറത്തിലും തേൻ നിറത്തിലും കാണാറുണ്ട്. പുഷ്യരാഗത്തിന്റെ മറ്റൊരു പേരാണ് പുഷ്പരാഗം. ഇത് സംസ്കൃത പേരാണ്. ഇതാണ് യഥാർത്ഥ പേര്. ഗുരുമണി, ഗുരുരത്നം എന്നീ പേരുകളിലൊക്കെ ഈ രത്നം അറിയാറുണ്ട്. ഹിന്ദിയിൽ ഇതിനെ പുഖ്രാജ് എന്നാണ് അറിയുന്നത്. സോളമൻ ചക്രവർത്തിയുടെ കിരീടത്തിലും ആഭരണത്തിലുമൊക്കെ അദ്ദേഹം പതിച്ചിരുന്നത് ഈ മഞ്ഞ പുഷ്യരാഗമായിരുന്നു. വ്യാഴം ദുർബലനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മഞ്ഞ പുഷ്യരാഗം ജാതകം അനുകൂലമാണെങ്കിൽ ധരിക്കാവുന്നതാണ്. അത് ഗുരുവിന്റെ ഫലദാന ശേഷി വർദ്ധിപ്പിക്കും. 6, 8, 12 എന്നീ ഭാവാധിപത്യങ്ങളൊക്കെ ദോഷം ചെയ്യുന്ന ഭാവങ്ങളാണ്. ഗുരുവിന് ഈ ഭാവാധിപത്യം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ധരിക്കാൻ പാടില്ല. അത് നക്ഷത്രാധിപനാണെങ്കിൽ കൂടി. എന്നാൽ ചില സാഹചര്യത്തിലൊക്കെ ഇത് താൽക്കാലികമായി ധരിച്ച് പ്രയോജനപ്പെടുത്താവുന്നതുമാണ്. അത് വിദഗ്ധനായിട്ടുള്ള ഒരു ജ്യോതിഷന്റെ സഹായത്തോടു കൂടി മാത്രമായിരിക്കണം, അതായത് നിർദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കണം. മേൽപ്പറഞ്ഞ ഭാവാധിപത്യമുണ്ട്, ഗുരുവിന് നീച രാശിയിലാണ് നീചത്വം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുഷ്പരാഗം അഥവാ മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത് വളരെയേറെ ഗുണഫലത്തെ നൽകും. വ്യാഴത്തിന്റെ ശത്രു രാശികളായിട്ടുള്ള തുലാം, ഇടവം, മിഥുനം, കന്നി എന്നീ രാശികളിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ വ്യാഴത്തിന് അല്പം ബലക്കുറവുണ്ടാകും. അങ്ങനെയുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ ഭാവാധിപത്യമുള്ളവർ ഈ വ്യാഴത്തിന്റെ രത്നം ധരിക്കുന്നത് വളരെയേറെ ഫലപ്രദമാകും. അതേപോലെ തന്നെ 6, 8, 12 ഭാവാധിപന്മാരോടൊപ്പം വ്യാഴം നിൽക്കുമ്പോഴും വ്യാഴത്തിന്റെ ശത്രുഗ്രഹങ്ങളോടൊപ്പം വ്യാഴം നിൽക്കുമ്പോഴും ഒക്കെ ആ വ്യാഴത്തിന്റെ കാരകത്വ സ്വഭാവങ്ങളിൽ അല്പം ബലക്കുറവ് അനുഭവപ്പെടും. അങ്ങനെയുള്ളവർ മേൽപ്പറഞ്ഞ ഭാവാധിപത്യങ്ങളുണ്ട്. വ്യാഴം നല്ല ഭാവാധിപനാണ് എങ്കിൽ തീർച്ചയായിട്ടും മഞ്ഞ പുഷ്യരാഗം ധരിക്കേണ്ടതാണ്. ധരിക്കുന്നത് വളരെയേറെ ശുഭഫലത്തെ തരും. ഇനി നമുക്ക് വ്യാഴത്തിന്റെ ഈ മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നതുകൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങൾ ഒരു വ്യക്തിക്ക് ലഭിക്കുമെന്ന് നോക്കാം. ഭാഗ്യക്കുറവ് പരിഹരിക്കുന്നതിനും സന്താന ബലഹീനതകൾ പരിഹരിക്കുന്നതിനും മഞ്ഞ പുഷ്യരാഗം ഫലപ്രദമാണ്. മേടം, കർക്കിടകം, വൃശ്ചികം, ധനു, മീനം, ചിങ്ങം എന്നീ ലഗ്നക്കാർക്ക്
മഞ്ഞ പുഷ്യരാഗം ധരിക്കാവുന്നതാണ്. പുഷ്യരാഗം ധരിക്കുന്നതിലൂടെ ബുദ്ധി, ബലം ഇവ വർദ്ധിക്കുന്നതാണ്. കീർത്തി ഉണ്ടാകുന്നതാണ്. വിവാഹ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. ഏതു തരത്തിലുള്ള ഉന്മാദാവസ്ഥയും പരിഹരിക്കപ്പെടുന്നതാണ്. ഏതു തരത്തിലുള്ള ബാധാദോഷങ്ങളെയും ആഭിചാര ദോഷങ്ങളെയും മഞ്ഞപ്പുഷ്യരാഗം ഇല്ലാതാക്കുന്നതാണ്. അതായത് ഭൂതപ്രേതാദികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മഞ്ഞപ്പുഷ്യരാഗം നല്ല ഫലം ചെയ്യും എന്നർത്ഥം. പാണ്ഡുരോഗം, അപസ്മാരം എന്നീ രോഗങ്ങൾക്ക് പുഷ്യരാഗ ഭസ്മം ദിവ്യ ഔഷധമാണ്. അത് ആയുർവേദ വൈദ്യന്മാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ സേവിക്കാവൂ എന്ന് മാത്രം. പൊതുവായി കരൾ രോഗങ്ങൾ, ആമാശയ രോഗങ്ങൾ, പ്രമേഹം, വന്ധ്യത എന്നീ രോഗങ്ങൾ പരിഹരിക്കാൻ പുഷ്യരാഗം ധരിക്കുന്നത് ഉത്തമമാണ്. ന്യൂമറോളജി പ്രകാരവും പുഷ്യരാഗം ധരിക്കാവുന്നതാണ്. 3, 12, 21, 30 എന്നീ തീയതികളിലൊക്കെ ജനിച്ചവരുടെ ജന്മസംഖ്യ 3 എന്നാൽ ജാതകവശാൽ 6, 8, 12 ഭാവാധിപത്യം വ്യാഴത്തിനുണ്ടെങ്കിൽ ന്യൂമറോളജി പ്രകാരമുള്ള രത്നധാരണവും ദോഷഫലത്തെ ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ ജാതകം പരിശോധിച്ച് മാത്രമേ ഇത്തരത്തിൽ രത്നനിർദ്ദേശം ചെയ്യാവുള്ളൂ. മതകാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, വിദ്യാഭ്യാസ ധനകാര്യ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, കലാകാരന്മാർ എന്നിവർക്കൊക്കെ മഞ്ഞപ്പുഷ്യരാഗം നല്ല ഫലത്തെ തരും. ഏത് മേഖലയിലായിക്കോട്ടെ മഞ്ഞപ്പുഷ്യരാഗം ധരിക്കുന്നവർക്ക് അവരവരുടെ മേഖലയിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനത്തെത്താനുള്ള സാഹചര്യം മഞ്ഞപ്പുഷ്യരാഗം നൽകും. രാഷ്ട്രീയക്കാർക്കും ഈ രത്നം ഉത്തമമാണ്. പാചക കലയിൽ നല്ല വൈദഗ്ധ്യം ഉണ്ടാകാൻ മഞ്ഞപ്പുഷ്യരാഗം ധരിക്കാവുന്നതാണ്. മഞ്ഞപ്പുഷ്യരാഗത്തിന്റെ ഉപരത്നമായി ടോപ്പാസ് എന്ന രത്നത്തെ ഉപയോഗിക്കാവുന്നതാണ്. ഒരുപക്ഷെ പുഷ്യരാഗത്തേക്കാൾ നല്ല ഭംഗിയുള്ള രത്നമാണ് ടോപ്പാസ്. ഗോൾഡൻ ടോപ്പാസ് എന്നും അതിന് പറയാറുണ്ട്. ഗോൾഡൻ ടോപ്പാസിനാകട്ടെ താരതമ്യേന മഞ്ഞ പുഷ്യരാഗത്തേക്കാൾ വില കുറവാണ്. എന്നാൽ പുഷ്യരാഗത്തിന്റെ അത്രയും 100% ഫലം ഈ ഗോൾഡൻ ടോപ്പാസ് നൽകണമെന്നില്ല. ശുദ്ധമായിട്ടുള്ള പുഷ്യരാഗം കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് തട്ടിപ്പുകൾ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. കളർ ട്രീറ്റ്മെന്റും ഒക്കെ ചെയ്തുകൊണ്ട് പുഷ്യരാഗം ഇറങ്ങാറുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള രത്നങ്ങളാണ് എപ്പോഴും ശുഭഫലത്തെ തരുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള രത്നങ്ങളിൽ അതിന്റെ വേരുകളും പാടുകളും ഒക്കെ ഉണ്ടാകാം. എന്നാൽ അതാണ് കൂടുതൽ ഫലപ്രദം. അതിനെ ട്രീറ്റ് ചെയ്ത് കൂടുതൽ ഭംഗി വരുത്തി നൽകുന്ന രത്നങ്ങൾക്ക് ഫലദാന വിഷയത്തിൽ കുറവ് വരാം. എന്നാൽ കറുപ്പ്, വെളുപ്പ്, പുള്ളികളുള്ള രത്നങ്ങൾ ധരിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതേപോലെ തന്നെ രത്നങ്ങളിൽ പൊട്ടലുള്ളതും ധരിക്കാൻ പാടില്ല. ഒരു വെളുത്ത വസ്ത്രം എടുത്ത് അതിൽ മഞ്ഞപ്പുഷ്യരാഗം വെച്ചുകൊണ്ട് വെയിലത്ത് വെക്കുമ്പോൾ രശ്മികൾ ആ വെയിൽ കൊണ്ട് പ്രസരിക്കുമ്പോൾ മഞ്ഞ രശ്മികൾ പ്രസരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ രത്നം ഉത്തമമാണ് എന്ന് ഗണിക്കാം. പാലിലിട്ട് വെച്ചും ഇത് പരീക്ഷിക്കാറുണ്ട്. പാലിലിട്ട് വയ്ക്കുമ്പോൾ ഇതിന്റെ തിളക്കം മാറാത്തതാണ് ഉത്തമമായിട്ടുള്ളത്. ഇത് ഉരകല്ലിൽ അരച്ചും പരീക്ഷിക്കാറുണ്ട്. ഉരകല്ലിൽ അരയ്ക്കുമ്പോൾ തിളക്കം വർദ്ധിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. മഞ്ഞപ്പുഷ്യരാഗം ആദ്യമായി ധരിക്കേണ്ടത് വ്യാഴാഴ്ച ദിവസമാണ്. ചൂണ്ടുവിരലിലാണ്, അതായത് ഇൻഡെക്സ് ഫിംഗറിലാണ് ഈ രത്നത്തെ ധരിക്കേണ്ടത്. ഏത് കയ്യിൽ വേണമെങ്കിലും നമുക്ക് ധരിക്കാവുന്നതാണ്. ചിലർ അതിനെ വലത് കൈയിൽ ധരിക്കുന്നത് ഉത്തമമാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ അത് ശാസ്ത്രീയമായിട്ട് വലിയ അടിസ്ഥാനമൊന്നുമില്ല. എല്ലായ്പ്പോഴും ഈ രത്നത്തെ ധരിക്കാവുന്നതുമാണ്. ഇത് പ്രത്യേക അവസരങ്ങളിൽ ഊരി വെക്കണമെന്നൊന്നുമില്ല. നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കപ്പെടുമ്പോഴോ ഒക്കെ മാത്രം ഇതിനെ മാറ്റിവെക്കുക. പൊതുവെ മോതിരത്തിലെ കല്ലിൽ അഴുക്ക് പിടിക്കാതിരിക്കുക, അല്ലെങ്കിൽ കറകളോ പാടുകളോ വരാതെ ശ്രദ്ധിക്കുക എന്ന് മാത്രം. മോതിരം അണിയുന്നതിന് മുമ്പ് ആവശ്യമെങ്കിൽ പൂജിക്കാം. അത് നമ്മളുടെ വിശ്വാസമാണ്. പൂജ കൊണ്ട് ഇതിന്റെ ശക്തി വർദ്ധിക്കണമെന്നൊന്നുമില്ല. വ്യാഴാഴ്ച ദിവസം കാലത്ത് വ്യാഴത്തിന്റെ കാലഹോരയിലാണ് ഇത് ധരിക്കേണ്ടത്. ഇത് ധരിക്കുന്ന സമയത്ത് വ്യാഴത്തിന്റെ മന്ത്രങ്ങളോ മഹാവിഷ്ണുവിന്റെ മന്ത്രങ്ങളോ ഒക്കെ ജപിക്കുന്നത് ഉത്തമമാണ്. ഓം ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിയും എന്നാണ്. കൂടാതെ ഋഷഭധ്വജായ വിദ്മഹേ ഗൃണീഹസ്തായ ധീമഹി തന്നോ ഗുരു പ്രചോദയാത് എന്ന ഗുരു ഗായത്രി മന്ത്രത്തെയും ജപിക്കാവുന്നതാണ്. കൂടാതെ മഹാവിഷ്ണുവിന്റെ മന്ത്രങ്ങളായിട്ടുള്ള ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ തുടങ്ങിയ മൂലമന്ത്രങ്ങളും ജപിക്കാവുന്നതാണ്. വ്യാഴം അഥവാ ഗുരുവിന് സർവേശ്വര കാരകത്വമുണ്ട്. ഈശ്വരാധീനത്തിനായി ഈ മന്ത്രങ്ങളൊക്കെ നിത്യം ജപിക്കുന്നതും നല്ലതാണ്. വ്യാഴത്തിന്റെ മഞ്ഞപ്പുഷ്യരാഗം ധരിക്കുന്നതോടുകൂടി ഈശ്വരാധീനം വർദ്ധിക്കുന്നതാണ്. സർവേശ്വരന്മാരുടെയും അനുഗ്രഹം ലഭിക്കുന്നതാണ്. വളരെയേറെ പ്രധാനപ്പെട്ട ഒരു രത്നമാണ് മഞ്ഞപ്പുഷ്യരാഗം. അതുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക സവിശേഷതകളും നാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു.
ഇനിയും ഇതുപോലുള്ള മറ്റ് രത്നങ്ങളുടെയും ഉപരത്നങ്ങളുടെയും ഒക്കെ അറിയേണ്ട കാര്യങ്ങളെല്ലാം വീഡിയോയിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് അതിന് വേണ്ടത്. വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിക്കുക, മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.